പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന ഫസ്റ്റ് ഇയറിൻ്റെ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഇപ്പോൾ അടുത്തൊന്നും ഇത്ര എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല റിസൾട്ട്, നല്ല മാർക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇവിടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 7 ആൻസർ എഴുതാനാണ് ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എമൗണ്ട് സ്പെൻഡ് ഫോർ ഏണിംഗ് റവന്യൂ. ഓക്കെ, എന്താണ് എൻ്റെ ആൻസർ വരിക? എക്സ്പെൻസ് ആണ് വരിക അല്ലേ? വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ? എക്സ്പെൻസ്. ഓക്കെ, കിട്ടേണ്ടതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തത് ദ കോൺസെപ്റ്റ് വിച്ച് അസ്യൂംസ് ദാറ്റ് എ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു റൺ ഫോർ എ ലോങ് ടൈം ഇൻ ദ ഫ്യൂച്ചർ ഈസ് കോൾഡ് എന്താണ്? ഗോയിങ് കൺസേൺ. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പർച്ചേസ് ഓഫ് മെഷീനറി ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഏത് ബുക്കിലാണ്? ജേണൽ പ്രോപ്പർ. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ എൻട്രി ദാറ്റ് എഫക്ട് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഫക്റ്റ് വരുന്ന ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ എൻട്രീനെ വിളിക്കുന്ന പേരെന്താണ്? കോൺട്രാ എൻട്രി ആണ്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് സി ഓപ്ഷൻ ആണ്. അനലൈസ് ദ കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസസ്. ഓക്കെ, ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ്. ഓക്കെ, കറണ്ട് അസെറ്റിൻ്റെ വാല്യൂയിൽ വരുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസിനെയാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ആൻസർ വരിക ഫ്ലക്ച്വേഷൻ ആണ്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. കാരേജ് ഓൺ പർച്ചേസ്, ഫ്രൈറ്റ്, ഡയറക്റ്റ് വേജ് ഒക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറിയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് ഡാഷ് ഈസ് ക്രെഡിറ്റഡ്. ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യാം? പർച്ചേസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് അവിടെ മാർക്ക് കിട്ടുമല്ലോ. 7 മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞത് എക്സ്പെൻസ്, രണ്ടാമത് ഗോയിങ് കൺസേൺ, മൂന്നാമത്തത് ജേണൽ പ്രോപ്പർ, നാലാമത്തത് കോൺട്ര എൻട്രി, നാലാമത്തെ കോൺട്ര, ദെൻ അഞ്ചാമത്തത് ഓപ്ഷൻ സി, ദെൻ ആറാമത്തത് ഫ്ലക്ച്വേഷൻ, ഏഴാമത്തത് സാലറി, ദെൻ എട്ടാമത്തത് പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ഈസി ആയിട്ട് അവിടെ 7 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 9 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എണ്ണമാണ് ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഏതാണ് പ്രിൻസിപ്പിൾ വരിക? മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ് വരിക. രണ്ടാമത്തെ ഇറ്റ് ട്രീറ്റ്സ് ബിസിനസ് ആൻഡ് ഓണർ ആസ് 2 ഡിഫറെൻറ്റ് പേഴ്സൺ. അല്ലേ, ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺ ആണെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതും ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന 2 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ സാലറി ഓഫ് ₹10,000 ആൻഡ് റെൻറ്റ് ഓഫ് ₹5,000 വേർ പെയ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ, അതിൻ്റെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ച് എഴുതണം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ എൻട്രി വരിക? സാലറി അക്കൗണ്ട് ഡെബിറ്റ്, സാലറി അക്കൗണ്ട് ഡെബിറ്റ്, ദെൻ റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ക്യാഷ് എന്ന് വരും. ഓക്കെ, എമൗണ്ട് എഴുതുമ്പോൾ സാലറിയിലേക്ക് ഡെബിറ്റിലേക്ക് 10,000 പോവും, റെൻറ്റിന് നേരെ 5,000 ഡെബിറ്റിൽ വരും, ക്യാഷ് എന്ന് പറഞ്ഞ എത്ര വരും? രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് 15,000 വരും. ഓക്കെ, അതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കോമ്പൗണ്ട് എൻട്രി. ദെൻ അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. The sales book was overcast by ₹2,000.
ഓക്കെ, സെയിൽസ് ബുക്ക് എന്ത് ചെയ്യണം, ഓവർ കാസ്റ്റ് കൂട്ടി കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സെയിൽസ് ബുക്ക് എന്ത് ചെയ്യണം, അത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സസ്പെൻസ് അക്കൗണ്ടിൽ ഇട്ടിട്ട് റെക്ടിഫിക്കേഷൻ എൻട്രി കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരിക സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും, സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു റെക്ടിഫിക്കേഷൻ നോട്ട് കാണിച്ചാലും മതി. ഓക്കെ, ഒരു ജസ്റ്റ് നോട്ട് എഴുതി വയ്ക്കുക, ആ നോട്ട് എഴുതിയിട്ട് റെക്ടിഫൈ ചെയ്താലും മതി. ഓക്കെ, ഇവിടെ എൻട്രി എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ട് തന്നെ എന്ത് എഴുതണം. ഓക്കെ, അപ്പോൾ എൻട്രി തന്നെ വേണം എന്നാണ് പറഞ്ഞത്. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സസ്പെൻസ് അക്കൗണ്ട്, അതാണ് എൻ്റെ ആൻസർ വരിക. ദെൻ അടുത്തത്, at the end of the year salary rupees 5,000 is outstanding and insurance 2,000 is prepaid. How will these items be shown in final accounts? ഓക്കെ, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കേസിലും അതുപോലെ തന്നെ പ്രീപെയ്ഡിൻ്റെ കേസിലും എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടവർക്ക് ഈസി ആയിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് സാലറീൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ വരിക, ഔട്ട്സ്റ്റാൻഡിങ് സാലറി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാം, സാലറീനപ്പോൾ ആഡ് ചെയ്ത് കാണിക്കാം. ദെൻ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് വരിക ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ഓക്കെ, ഇനി പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണെങ്കിലോ, പ്രീപെയ്ഡ് ഇൻഷുറൻസിൽ നിന്ന് ലെസ് ചെയ്തിട്ട് എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അതാണ് അവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ദെൻ അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, 13ാമത്തെ അഡ്ജസ്റ്റിംഗ് എൻട്രി ആണ്. ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് 3 മാർക്ക് ഉറപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവിടെ കിട്ടുന്ന മാർക്കാണത്, 2 മാർക്ക്. സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ജേണൽ എൻട്രി, സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, രണ്ടാമത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മോഡൽ എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ അവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉള്ളതൊന്നുമില്ല. ഓക്കെ, രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത പാർട്ട് സിയിൽ നോക്കുക. പാർട്ട് സിയിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പോയിന്റ്സ് മാത്രം പോരാ, 3 പോയിന്റ്സ് വിത്ത് എക്സ്പ്ലനേഷനോട് എഴുതി കഴിഞ്ഞാൽ അവിടെ 3 മാർക്ക് കിട്ടും. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് GST ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ടാക്സ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് വിത്തിൻ എ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതിനെന്താ വിളിക്കുക, CGST എന്ന് വിളിക്കും അല്ലേ. ഒന്നാമത്തത് CGST വിത്തിൻ സ്റ്റേറ്റ് ആണ്. ദെൻ ടാക്സ് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് വിത്തിൻ എ സ്റ്റേറ്റ് എന്താ വരിക, SGST. ഓക്കെ, മൂന്നാമത്തത് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ബിറ്റ്വീൻ 2 സ്റ്റേറ്റ് ആകുമ്പം IGST. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, 3 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനും ഈസിയാണ്. സ്പെഷ്യൽ ജേണൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, ക്യാഷിനാണ് ഗുഡ്സ് വാങ്ങിയിട്ടുള്ളത്. ഏത് ബുക്കിലാണ്, ക്യാഷ് ബുക്കിലാണ് വരിക. ഓക്കെ, ഏത് ബുക്കിലാണ്, ക്യാഷ് ബുക്കിൽ. ദെൻ രണ്ടാമത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ആണ്. കസ്റ്റമർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് ഏത് ബുക്കിലാണ് കാണിക്കുക, സെയിൽസ് റിട്ടേൺ ബുക്കിലാണ് കാണിക്കുക. ഓക്കെ, ദെൻ അടുത്തത് സി പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏത് ബുക്കിലാണ് കാണിക്കുക, പർച്ചേസ് ബുക്കിലാണ് കാണിക്കുക. ഓക്കെ, പർച്ചേസ് ബുക്കിലാണ് അവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് 3 കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ബാലൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും 3 കോസസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ബാങ്ക് റീകൺസിലിയേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും, പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുണ്ട്. തിയറി ക്വസ്റ്റ്യൻ ഇതാ. ദെൻ അതിന് താഴെ എന്തുണ്ട്, അതിൻ്റെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അത് കറക്റ്റ് 3 എണ്ണമാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. 3 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ഈ 3 എണ്ണം അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായി, അവിടെ മാർക്കായി. ഓക്കെ, 3 മാർക്കായി. ഓക്കെ, അപ്പോൾ അതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ പ്രൊവിഷണൽ റിസർവ് തമ്മിൽ ഡിഫറൻസ്. നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 ഡിഫറൻസ് എഴുതണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ഡിഫറൻസ്. ഓക്കെ, ഒന്ന് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, ഒന്ന് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്,
പിന്നെ ഒന്ന് മാൻഡേറ്ററി ആണ്, ഒന്ന് കമ്പൽസറി ആണ്, മറ്റേത് കമ്പൽസറി അല്ല. ഓക്കെ, പിന്നെ ഒന്ന് നോൺ ലയബിലിറ്റിൻ്റെ മുകളിലാണ്, ദെൻ മറ്റേത് അൺനോൺ ലയബിലിറ്റി ആണ്. ഓക്കെ, ആ രീതിയിലൊക്കെ ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് 3 മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചിലർ കൺഫ്യൂസിങ് ആക്കി കാണും. ഓക്കെ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ആ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് അറിയാമല്ലോ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3ൻ്റെ ആൻസറായി. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇത് രണ്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതിൽ നിന്ന് 30,000 ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, എന്താണ് ആൻസർ? എത്ര വരും? 80,000 വരെ. 20ഉം 80ഉം 1,10,000 മൈനസ് 30,000 എത്ര വരും? 80,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരും. ഓക്കെ, ഇനി താഴെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് 25% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും വരിക? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000 കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ 25% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 80,000 ഇൻറ്റു 25/100. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും ഗ്രോസ് പ്രോഫിറ്റ്? 20,000 കിട്ടും. 20,000 ആണ് എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, ഇനി സെയിൽസാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് കാണാൻ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്താൽ മതി. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ സെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 80,000 പ്ലസ് 20,000 എത്ര കിട്ടും? 1 lakh കിട്ടും. ഓക്കെ, ദെൻ അത്രയൊക്കെയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരെണ്ണം വിട്ട് കഴിഞ്ഞാലും ബാക്കി മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, ഫുൾ മാർക്ക് അവിടെ കിട്ടാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നാമത്തത് റൈറ്റ് ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏതൊക്കെയാണ്? റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, കമ്പയറബിലിറ്റി, 4 പോയിന്റ്സ്. ഓക്കെ, റൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ 4 മാർക്കാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലത്. ഓക്കെ, പിന്നെ അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, ഓൾ ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് ഈവൻ ഇഫ് ദെയർ മാർക്കറ്റ് വാല്യൂ ചേഞ്ചസ്. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാ? കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഫോർ എവരി ഡെബിറ്റ് ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ഡെബിറ്റ്. ഓക്കെ, എന്താ വരിക? ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, മൂന്നാമത്തത് എക്സ്പെക്റ്റഡ് ലോസസ് ആർ റെക്കോർഡഡ് ബട്ട് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് റെക്കോർഡഡ്. ഏതാ? prudence അല്ലെങ്കിൽ conservatism concept. Okay, then expenses and incomes of same period are compared to determine the true profit or loss. ഏതാ വരിക? എക്സ്പെൻസും സെയിം പീരീഡിൽ എക്സ്പെൻസും ഇൻകംസും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്താലാണ് കറക്റ്റ് പ്രോഫിറ്റ് ലോസ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, 3-4 മാർക്ക് അവിടെ ഓരോ സെൻറ്റൻസ് പ്രിൻസിപ്പിൾ കറക്റ്റായിട്ട് മീനിങ് പഠിച്ച ഒരാൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അടുത്തത് ജേണൽ എൻട്രി എഴുതാനൊന്നല്ല, മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത് അവിടെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കുക. ഒന്നാമത്തത് ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്, പേഴ്സണൽ യൂസിനാണ്. പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്സ് ആണ്. ഇവിടെ ഗുഡ്സ് വിഡ്രോ ചെയ്ത കാരണം ടൂൽ എന്ത് കാണിക്കണം? പർച്ചേസ് കാണിക്കണം. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പർച്ചേസ്. നെക്സ്റ്റ്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ആണ്. ഓഫീസ് യൂസിനാണ് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രോയിങ്സ് വരില്ല. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്തു. പേഴ്സണൽ യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഡ്രോയിങ്സ് വരും. ടു ക്യാഷ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ അടുത്ത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. 4 മാർക്ക് സിമ്പിൾ ആണല്ലോ, അവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ദെൻ അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് തന്നിട്ടുള്ളത്.
ഓക്കെ, ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് ഇഷ്യൂഡ് കീവേഡ് വെച്ചിട്ട് ചെയ്താൽ മതി. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ബാങ്ക് ചാർജസ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ലെസ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് എ ചെക്ക് ഫോർ ₹6,000 ഡെപ്പോസിറ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ലെസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്യാനും ബാക്കി രണ്ടെണ്ണം ലെസ് ചെയ്യാനാണ്. അപ്പോൾ 60,000 + 8,000 68,000. 68,000 നിന്ന് 7,200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 60,800 കിട്ടും. അതിൻ്റെ ആൻസർ 60,800 ആണ് വരിക. ഓക്കെ, അതിന് നേരെ എന്ത് എഴുതുക, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ അവിടെ അത് കിട്ടിയിട്ടുണ്ടാവും ശരിക്കും, കൺഫ്യൂസിങ് ആക്കുന്ന ഒന്നല്ല. പിന്നെ വളരെ എളുപ്പമുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്, അത് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിലവ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ടോട്ടൽ 50,000 + 2,000 52,000 വരും ഒറിജിനൽ കോസ്റ്റ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്, 5,000 മൈനസ് ചെയ്യുക, ഇത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ലൈഫ് 5. അപ്പോൾ 57,000 5 മൈനസ് 5,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 47,000 കിട്ടും. 47,000 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9,400 എന്ന് കിട്ടും. ഓക്കെ, 9,400 ആണ് അവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് അക്കൗണ്ട് ഒന്നും വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അത് ഇക്വേഷൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാർക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലെന്ത് ഒരു കൺഫ്യൂസിങ് ആക്കാനുള്ള ഒന്നുമില്ല, ഒക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുക, ഡെബിറ്റിൽ 15,000 കാണിക്കുക, പർച്ചേസ് 60,000 ഡെബിറ്റിൽ കാണിക്കുക, വേജസ് 5,000 ഡെബിറ്റിൽ കാണിക്കുക, സെയിൽസ് 90,000 ക്രെഡിറ്റിൽ കാണിക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 എന്ത് ചെയ്യാം, ക്രെഡിറ്റിൽ കാണിക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് തന്നെ കിട്ടുക. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് തന്നെ 75 5 80 വരും ഡെബിറ്റ് സൈഡിൽ. ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ 80,000 വരും. ഇവിടെ 1,10,000 വരും. 1,10,000 80,000 മൈനസ് ചെയ്താൽ 30,000 വരും. അപ്പോൾ 30,000 ആണ് എന്തായിട്ട് വരിക, ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് വരിക. ഓക്കെ, അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അവിടെ ഈസി ആയിട്ട് 4 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എത്രയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു സംശയവും വേണ്ട, ആവറേജ് പഠിക്കുന്ന ഒരാൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. 4 മാർക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റും. പ്രോബ്ലംസ് ഒക്കെ അത്രയും സിമ്പിളായിരുന്നു, തിയറി സിമ്പിളായിരുന്നു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ അത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്, അതിനും വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമാറ്റൊക്കെ വരച്ച് വയ്ക്കുക, 2 എമൗണ്ട് കോളം, ക്യാഷ് എമൗണ്ട് കോളം, ബാങ്ക് എമൗണ്ട് കോളൊക്കെ വരച്ച് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഓരോന്നായിട്ട് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 10,000 കാണിക്കുക, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 15,000 കാണിക്കുക. ഓക്കെ, ഇതിന് അടുത്തത് പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്. ഓക്കെ, റെൻറ്റ് കൊടുത്ത് ചെക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എവിടെ കാണിക്കണം, എമൗണ്ട് ബാങ്ക് കോളത്തിൽ കാണിക്കണം. ഓക്കെ, ഇനി അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം രാജുവിൻ്റെ അടുത്ത് ക്യാഷ് കിട്ടി. രാജുവിൻ്റെ അടുത്ത് ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ റെസീപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞ് കാണിക്കണം, രാജു എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. എന്താണ്, രാജു എന്ന് പറഞ്ഞിട്ട് റെസീപ്റ്റ് സൈഡിൽ കാണിക്കാം. ക്യാഷ് ആണ് കിട്ടിയിട്ടുള്ളത്, ക്യാഷ് എമൗണ്ട് കോളത്തിൽ 8,000 കാണിക്കാം. ഓക്കെ, ഇനി അടുത്ത ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റഡ് 5,000 ക്യാഷ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, കോൺട്രാ എൻട്രി ആണ് വരിക. ഓക്കെ, അപ്പോൾ അവിടെ കോൺട്രാ എൻട്രി വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്ക് എമൗണ്ട് കോളത്തിൽ എത്ര 5,000 വരും. ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷ് എമൗണ്ട് കോളത്തിൽ 5,000 വരും. ഓക്കെ, ഇനി അടുത്തത് ബോട്ട് സ്റ്റേഷനറി ഫോർ ക്യാഷ്. ഓക്കെ, സ്റ്റേഷനറി വാങ്ങിയത് ക്യാഷ് കൊടുത്തിട്ടാണ്, അപ്പോൾ പേയ്മെൻ്റ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ സ്റ്റേഷനറി എന്ന് എഴുതുക, ക്യാഷ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിക്കാം. ഓക്കെ, ദെൻ അടുത്തത് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓക്കെ, ഓഫീസ് യൂസിനാണ്, അപ്പോൾ അത് കോൺട്രാ ആയിട്ടാണ് വരിക, അപ്പോൾ അത് കാണിക്കുക. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് ബാലൻസ് ക്യാഷിൻ്റെ 14,000 വരും. ക്യാഷ് 14,000 ദെൻ ബാങ്ക് 16,000 വരും. ഓക്കെ, ചെയ്ത്
കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്യാഷ് 14,000 ബാലൻസ് ക്യാരി ഡൗൺ വരും, 16,000 ബാങ്കിൻ്റെ ക്യാരി ഡൗൺ ബാലൻസ് വരും. ഓക്കെ, ഇനി അടുത്തത് 27ാമത്തത് തിയറി ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ താഴെ ഈസി ആയിട്ടുള്ള വേറെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിരുന്നാലും 27ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. എന്താണ്? റീഡ് ദ ഫോളോയിങ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ABC. സസ്പെൻസ് അക്കൗണ്ട് എന്താണ്, എന്തിനാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. യൂസ്ഡ് വെൻ ദ അക്കൗണ്ടന്റ് ഈസ് നോട്ട് ഷുവർ that recorded transactions or when debit or credit total do not match. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടില്ലെങ്കിൽ അത് മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുക. അത് ടെമ്പററി അക്കൗണ്ട് ആണ്. ഓക്കെ, ആ രീതിയിൽ എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ഇൻ 2 അക്കൗണ്ടിങ് എറേഴ്സ്. ഏതെങ്കിലും 2 അക്കൗണ്ടിങ് എറേഴ്സ്. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദാറ്റ് ഡു നോട്ട് അഫക്റ്റ് ദ അഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. അതും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എറേഴ്സ് ഓഫ് കമ്മീഷനും കോമ്പൻസേറ്റിംഗ് എറർ എഴുതി വെച്ചാൽ മതി. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത എററാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എറർ ഓഫ് കമ്മീഷനും കോമ്പൻസേറ്റിംഗ് എററും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. ദെൻ അടുത്തത് C ക്വസ്റ്റ്യൻ ആണ്. C ക്വസ്റ്റ്യൻ, ക്യാഷ് റിസീവ്ഡ് ഫ്രം റീന 1,500 വാസ് നോട്ട് പോസ്റ്റഡ് ടു ഹെർ അക്കൗണ്ട്. ഓക്കെ, അതെന്താണ്? അയാൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ എന്താണ്, എൻട്രി പാസ് ചെയ്താൽ മതി. എന്താണ്? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീന അക്കൗണ്ട്. ആ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ആ രീതിയിൽ പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ രീതിയിൽ എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം റീന 1,500 വാസ് നോട്ട് പോസ്റ്റഡ് ടു, ആ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, ക്യാഷിൽ കറക്റ്റ് ഉണ്ട്, പക്ഷേ റീനയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അവളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ അവളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ടു റീന എന്ന് കാണിക്കുക, ഡെബിറ്റിൽ എന്ത് കാണിക്കുക, സസ്പെൻസ് അക്കൗണ്ട് കാണിക്കുക. ഓക്കെ, ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വളരെ ഈസി ആയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതിന് 2 അഡ്ജസ്റ്റ്മെൻറ്റേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കും മറ്റത് റെൻ്റ് ഔട്ട്സ്റ്റാൻഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. റെൻറ്റിൻ്റെ മുകളിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അത് കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 5,000 കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് 5,000 കിട്ടും. പിന്നെ നെറ്റ് പ്രോഫിറ്റ് അല്ല കിട്ടുക, നെറ്റ് ലോസാണ് കിട്ടുക. ഓക്കെ, നെറ്റ് ലോസാണ് കിട്ടുക. നെറ്റ് ലോസ് എത്ര കിട്ടും? 5,000 കിട്ടും. രണ്ടും 5,000 തന്നെ കിട്ടുക. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 86,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇത് ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് കുറേ തവണ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതിലൊന്നും കൺഫ്യൂസിങ് ആക്കുന്ന ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ടാണത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ +1 അക്കൗണ്ടൻസി പരീക്ഷ വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, ഡബിൾ പാസിന് മുകളിൽ നല്ല മാർക്ക് പഠിച്ചൊരു കുട്ടിക്ക് 100-ൽ 100 മാർക്കും 60-ൽ 60 മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു ഇത്തവണത്തെ അക്കൗണ്ടൻസി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ കുട്ടികൾക്ക് കുറേ പ്രതീക്ഷ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളവർക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം ഇതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, നല്ല റിസൾട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.